സംസ്ഥാനത്ത് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറി 100 ദിവസം പിന്നിടുമ്പോൾ നിലപാടുകളിൽ നിന്നുള്ള മലക്കം മറിച്ചിലിന്റെ 100 ദിനങ്ങൾ എന്ന നിലയിൽ വേണം അതിനെ അടയാളപ്പെടുത്താൻ. PM ശ്രീയും വഖഫും ഹെലികോപ്റ്ററും ഉൾപ്പെടെ ഡസൻ കണക്കിന് വിഷയങ്ങളിലാണ് സർക്കാരിന് യു-ടേൺ അടിക്കേണ്ടി വന്നത്. കരിമണൽ ഖനനവും മദ്യനികുതിയും അടക്കമുള്ള വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാന ലംഘനം നടത്തിയെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ വിമർശിക്കേണ്ടി വന്ന 3 മാസങ്ങൾ കൂടിയാണ് കടന്നുപോകുന്നത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ ഇല്ലാതിരുന്ന ജാതിവാൽ ചേർത്താണ് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ തുടങ്ങിയത്. പിന്നീടങ്ങോട്ട് അതുവരെ പറഞ്ഞ നിലപാടുകളിൽ നിന്നെല്ലാം പരസ്യമായ യു-ടേൺ. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയാണ് ആദ്യത്തെ ഉദാഹരണം. PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞവർ അധികാരത്തിലെത്തിയപ്പോൾ PM ശ്രീ ഇല്ലാതെ പറ്റില്ലെന്നായി. നമ്മളാരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇതാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളെടുത്ത് റെക്കോർഡ് നോക്കിക്കോ. ഞാൻ അന്നും വളരെ സൂക്ഷിച്ചാൽ പറഞ്ഞിരിക്കാം. നിങ്ങൾ നോക്കി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിർബന്ധിതരായി. വി ഹാവ് നോ അതർ ഓപ്ഷൻ. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്? അവരുടെ കണ്ടീഷൻസ് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് കൊടുക്കണം. അതിന് ഞങ്ങളൊരു മന്ത്രിസഭാ സബ് കമ്മിറ്റിയെ വെച്ചു. ആ പൈസ മേടിക്കണം അങ്ങോട്ട്. നമുക്ക് അവകാശപ്പെട്ട പൈസ 1000 കോടി രൂപ വാങ്ങിക്കണം. ബന്ധു നിയമനങ്ങളിൽ ഒന്നാമത് സണ്ണി ജോസഫ് ആയിരുന്നു. അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത് വിവാദമായതോടെ പിൻവലിക്കേണ്ടി വന്നു. ശബരിമല സ്വർണ്ണക്കേസ് പ്രതികളുടെ അഭിഭാഷകനെ ദേവസ്വം വകുപ്പ് ഗവൺമെന്റ് പ്ലീഡറാക്കിയതുൾപ്പെടെ പലതും പിന്നീട് തിരുത്തേണ്ടി വന്നു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ദൂർത്തെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഹെലികോപ്റ്ററും മുഖ്യമന്ത്രിയായപ്പോൾ വി.ഡി. സതീശന് പ്രിയപ്പെട്ടതായി. സ്വകാര്യ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഹെലികോപ്റ്ററിൽ പറന്നു നടന്നു. വേഗത്തിലെത്താൻ ഹെലികോപ്റ്ററാണ് നല്ലതെന്ന് ന്യായീകരിക്കുന്ന കോൺഗ്രസ് മന്ത്രിമാരെയും പിന്നാലെ കേരളം കണ്ടു. അല്ല, പിന്നെ ഹെലികോപ്റ്റർ പെട്ടെന്ന് ഒരാവശ്യം വന്നാലല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാറിൽ പോയാൽ പോരെ. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അത് സാധാരണ പതിവാണ്. പിണറായി വിജയൻ ഹെലികോപ്റ്റർ കയറിയ ഞങ്ങൾ ആരും പരാതി പറഞ്ഞില്ല. കേരളത്തിൽ മദ്യമൊഴുക്കുന്നു എന്ന് വിമർശിച്ച UDF വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നതാണ് പിന്നീട് കണ്ടത്. VM സുധീരനടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വലിയ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു. വഖഫ് വിഷയം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന്റെ വാക്ക്. എന്നാൽ ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന നിലപാട് പ്രഖ്യാപിച്ച് വിഷയം കൂടുതൽ സങ്കീർണമാക്കി. ഊരാളുങ്കൽ സൊസൈറ്റിയിൽ സർവത്ര ക്രമക്കേട് എന്നതായിരുന്നു UDFന്റെ ആക്ഷേപം. എന്നാൽ നിയമവിധേയമായി മികച്ച നിലയിലാണ് ഊരാളുങ്കൽ സൊസൈറ്റി പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രിക്ക് നിയമസഭയിൽ തന്നെ പറയേണ്ടി വന്നു. ഓപ്പറേഷൻ തൂഫാനിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാർ കുടുങ്ങിയതോടെ അതിന്റെയും കാറ്റുപോയി. തെരഞ്ഞെടുപ്പ് കാലത്ത് നിലപാടുകളുടെ രാജകുമാരനെന്ന് വി.ഡി. സതീശന് വേണ്ടി ഫ്ലക്സ് അടിച്ചു വെച്ച കോൺഗ്രസുകാരെ പോലും നാണിപ്പിക്കുന്ന നിലയിലാണ് നിലപാടുകളിൽ നിന്നുള്ള മലക്കം മറിച്ചിൽ. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.